ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, നമ്മളിന്നൊരു കുഞ്ഞ് തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വേറൊന്നും തോന്നണ്ട, പേരൊന്നും ഇട്ടിട്ടില്ല. ആർക്ക് വേണേലും പേരൊക്കെ ഇടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷെ സിമ്പിളാണ്, വേറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പച്ചക്കറിയായിട്ട് പ്രത്യേകിച്ചൊന്നും ഇരിപ്പില്ലായിരുന്നു. ഈ കുറച്ച് വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് അതും സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഫ്രിഡ്ജിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കുന്ന കണ്ടത് കേട്ടോ. എന്നാൽ പിന്നെ ഇതിനെ പിടിച്ചൊരു കറി എങ്ങോട്ട് വെച്ചേക്കാന്ന് വെച്ചു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടേ എല്ലാ ദിവസവും, ശരിയല്ലേ? എല്ലാവരും അങ്ങനെ തലപോഞ്ഞ് ആലോചിക്കുന്ന കൂട്ടത്തിലല്ലേ? എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ ഇതാ കുറച്ച് ഒരു 10-12 വെണ്ടയ്ക്ക ഉണ്ടെന്ന് തോന്നൂലേ? എണ്ണയൊന്നും നോക്കിയൊന്നുമില്ല. എന്തായാലും അതിനെ എല്ലാത്തിനും കൂടെ പെറുക്കി കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ അതിനെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം. പ്രത്യേകിച്ച് പുഴുവോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നെ പറ്റിയെന്ന് അറിയത്തില്ല, മഴക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ, ഇടയ്ക്ക് വെയിലും തെളിയുന്നില്ല, അപ്പോൾ ഇറങ്ങിപ്പോയി കാണുന്നുണ്ടായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നടുവിനൊന്ന് കീറിയിട്ട് ചെറുതായിട്ട് നമ്മുടെ ഈ തോരൻ വെക്കാനൊക്കെ പാകത്തിനായിട്ട് നമ്മുടെ അരിയിലെ എന്ന് പറഞ്ഞ പോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല, സാധാരണ വട്ടത്തിലുള്ള രീതിയിലോ അല്ലെ പിന്നെ ചെറുതായിട്ട് നീളത്തിലോ എങ്ങനെ വേണേലും ഒക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ നമുക്കൊന്ന് വെണ്ടയ്ക്കെല്ലാം കൂടെ കൂട്ടി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളൂ. ഈ ഒരു പരുവത്തിൽ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാലുണ്ടല്ലോ, ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചോളുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തോളുക. എണ്ണയൊക്കെ ഏതെണ്ണയാണെങ്കിലും അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഇന്ന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വല്പമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ഒത്തിരിയൊന്നുമില്ല. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണെന്ന് പറയുന്നത് കേട്ടോ, അതുകൊണ്ടാട്ടോ. എന്നാൽ പിന്നെ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നാൽ പിന്നെ കടുകൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് കറിവേപ്പില വലിയ കറിവേപ്പിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 മുളക്, അത് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് തന്നെ വറ്റൽമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ, മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. വേണമെങ്കിൽ 2-3 ആവാം, കുഴപ്പമില്ല. എന്തായാലും ഞാൻ 2 ഇട്ട് കൊടുത്തിട്ടുള്ളേ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഇട്ട് കൊടുത്തോളുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണ്ട. ഇപ്പം എന്നാന്ന് വെച്ചാൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വല്ലാണ്ട് അതിൻ്റെ ആ ഒരു ഞുളുകളുപ്പുണ്ടല്ലോ അതെല്ലാം കൂടെ ഇറങ്ങി വരും. എന്നാൽ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും വലിയ പ്രശ്നമില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു കുറച്ച് നേരം അതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ഞുളുപ്പൊക്കെ അങ്ങോട്ട് മാറട്ടെ എന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുക്കലൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഓരോ പൊടികൾ ഇട്ടിട്ട് ഓരോ തവണയായിട്ടാണ് ഇളക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി ഞാൻ അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, സ്വല്പമേ ഉള്ളൂ. ഒത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എരിവാണേന്നും പറഞ്ഞു കിടന്ന് പറയാൻ തുടങ്ങും. അതുകൊണ്ടൊരു സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുമ്പോഴേ പിന്നെ അവർ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓർത്ത് കാശ്മീരി ഇട്ട് കൊടുത്താലും മതിയായിരുന്നു, എന്തായാലും വാട്ടേന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ സാധാ മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ദാ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ജീരകപ്പൊടി ഉണ്ടല്ലോ, നല്ല ജീരകം, അത് പൊടിച്ചതുണ്ടായിരുന്നേ, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തോളാം കേട്ടോ. അതായത് ആ പൊടി നല്ല അങ്ങോട്ട് മൂത്തോട്ടെ. ഈ പൊടികൾ ഇത്രയും നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 1.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കറിക്ക്. അത് ഏത് കറിയാണേലും നമ്മൾ ഈ എന്താ പറയുക, ഈ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ സമയത്തുണ്ടല്ലോ ഇത്തിരി സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിടാനൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വരാറാകുന്നു കേട്ടോ. മൂത്തിട്ടില്ല, ആ സാമ്പാർ പൊടിയും കൂടി ഇട്ട് അതും കൂടെ എല്ലാം കൂടി ഒന്ന് ഒത്തു വരണമല്ലോ. അങ്ങനെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് എന്താ പറയുക, ഒരു സ്വല്പം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഒരു ഇച്ചിരി ചൂടുവെള്ളമായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ഒന്ന് എന്താ പറയുക, എല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് മിക്സ് ആവട്ടെ എന്ന് കരുതിയിട്ടാ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ചുകൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്നാലും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഒരു 2-3 കുഞ്ഞ് സവോളയും പിന്നെ 2 തക്കാളിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ സവോളയൊക്കെ ഒരുപാട് വലുതായിട്ടല്ല, എന്നാൽ ഒരുപാട് ചെറുതായിട്ടുമല്ല, ഒരു മീഡിയം ടൈപ്പിൽ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ.
ഇതാ നമ്മുടെ തക്കാളിയും നമ്മുടെ സവോളയും ഒക്കെ കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പറയാൻ വിട്ടുപോയി, ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല, ഒന്നുകൂടി എരിവാകും. അതുകൊണ്ടാണ് പച്ചമുളകും കൂടെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു മിക്സ് മസാലക്കൂട്ട് എല്ലാം കൂടെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ എന്ന് കരുതിയിരുന്നു. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടുകൾ ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നു നമ്മുടെ തക്കാളിയും പിന്നെ നമ്മുടെ സവോള ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് നമുക്ക് വേവാനായിട്ട് വെക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല, ഒരു 6-7 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായാൽ മതിയാവും. അത് തക്കാളി സവോളയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടില്ല. എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടെയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സ്വല്പം നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പം ഉപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെയാണെന്ന് വെച്ചാൽ തക്കാളിക്ക് പുളി കുറവായിരുന്നു. അപ്പോൾ കറിക്കൊരു എന്താ പറയുക, ഒരു ടേസ്റ്റ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം പുളിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്വല്പം വാളംപുളി ഉണ്ടല്ലോ നമ്മുടെ, അതെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അങ്ങനെ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്നുകൂടെ തിളച്ച് വരട്ടെ കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഉണ്ടല്ലോ നല്ല സെറ്റപ്പായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തിളച്ച് വന്ന സമയത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കൂടുതലായിട്ട് അങ്ങ് വറ്റി പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വിഷമിക്കേണ്ട, ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു പൊടിക്കൈകളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി സാമ്പാർ പൊടിയോ, ഇനിയിപ്പോൾ സാമ്പാർ പൊടി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇച്ചിരി ജീരകവും ഇത്തിരി ഉലുവായൊക്കെ കൂടി ഇട്ടിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞു കറി നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ. വേറെ പ്രത്യേകിച്ച് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ 2 കിഴങ്ങും കൂടി ഇട്ട് കിട്ടുന്നതിലും അതും ഓക്കെയാണ്. അതിനൊക്കെ പേരൊക്കെ വേണമെങ്കിൽ ഇട്ടേച്ചാൽ പോരെ, ശരിയല്ലേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാറെന്നോ എന്നാ വേണം, അല്ല വെണ്ടയ്ക്ക സാമ്പാറെന്നോ അല്ല തക്കാളി സാമ്പാറെന്നോ എങ്ങനെ വേണേലും ഒക്കെ നമുക്ക് പറഞ്ഞ് എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ കറിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട്, അതായത് എന്നെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ ബാച്ചിലേഴ്സൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ആണെങ്കിലും ഉപകാരപ്പെടട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയറും മറക്കണ്ട കേട്ടോ.